പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം അങ്ങയുടെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ കരുണയിൽ പൂർണ്ണമായ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കാണിച്ചതിൻ്റെ അവാച്യമായ സ്നേഹവും കരുണയും മനസ്സിലാക്കി നിന്നോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ച ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകണമേ. കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആരെയും ഒരിക്കലും ഈശോ ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥന സന്നിധിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ നേരിടുന്നതായിട്ടുള്ള ഒരു പ്രതിസന്ധി. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യവും നമ്മൾ പറയാറുള്ളതുമായ ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന സ്നേഹത്തെക്കുറിച്ച്. കിട്ടുന്ന സ്നേഹം മതിയാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല, അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒക്കെ വിപരീതമായിട്ടാണ് അപ്പം എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാകുക. സ്നേഹത്തോടെ പെരുമാറണം, അല്ലെങ്കിൽ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കണമെന്നൊക്കെ ഉള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണെന്നെല്ലാം അറിയാം. പക്ഷേ സ്നേഹത്തെക്കുറിച്ചുള്ള പരാതികളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കിട്ടുന്ന സ്നേഹം അത് തികയുന്നില്ല, മതിയാകുന്നില്ല, അത് പോരാ, ഇനിയും വേണം എന്നൊക്കെ പലപ്പോഴും ശാഠ്യം പിടിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ വചനം നമുക്ക് തരുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വെക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങൾക്കും, അവൻ്റെ ഓരോ പ്രവർത്തികൾക്കും, ചിന്തകൾക്കും, അവൻ്റെ ശക്തികൾക്കും, ബുദ്ധിക്കുമൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മളെ സ്നേഹിക്കുവാൻ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സാധിച്ചെന്ന് വരത്തില്ല. അതേസമയത്ത് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമ്മളെ മനസ്സിലാക്കി, നമ്മൾ എന്തായിരിക്കുന്നുവോ, ഏതവസ്ഥയിലാണോ ആ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ പരിപാലിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വചനം നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വെക്കുന്നതാണ്. കാരണം നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം,
വചനം പറയുന്ന കാര്യം സുഭാഷിതങ്ങൾ 16:7, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. അതായത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മറ്റുള്ളവർക്ക് പോലും നമ്മളോടൊരു അടുപ്പമാണ്. ഇന്ന് പലപ്പോഴും കംപ്ലൈൻറ്റും പരാതികളൊക്കെ ആയിട്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും ചെല്ലുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന സ്നേഹം കുറവാണ്, എനിക്ക് കിട്ടിയ സ്നേഹം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹം കിട്ടിയില്ല എന്നൊക്കെ. ഈ പരാതികളുമായിട്ട് ഓടുന്ന സമയത്ത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാകുമ്പോൾ നമ്മുടെ സാന്നിധ്യം പോലും ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്ന സമയത്ത് am I lovable? ഞാൻ സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരാൽ എൻ്റെ ജീവിതം സ്നേഹിക്കപ്പെടുന്നതിന് അപ്രകാരമുള്ള രീതിയിലാണോ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ, സമാധാനം നൽകുന്നതാണോ, ഒരു അനുഗ്രഹമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്നേഹിക്കുക, അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടണമെന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സ്നേഹിക്കാനായിട്ടുള്ളൊരു വ്യക്തിത്വങ്ങൾ ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും നമുക്കുണ്ട്. പക്ഷേ ഞാൻ സ്നേഹിക്കപ്പെടണമെങ്കിൽ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താറുണ്ട്. പലപ്പോഴും നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നോട് പെരുമാറണം എന്നൊക്കെ ശാഠ്യമൊക്കെ പിടിക്കും. പക്ഷേ എൻ്റെ ജീവിതം മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെയൊക്കെ, സൗമ്യതയോടെയൊക്കെ മറ്റുള്ളവരോടൊക്കെ പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എപ്പോഴും ദേഷ്യവുമൊക്കെ ആയിട്ട് എന്ത് പറഞ്ഞാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് സ്നേഹമാണ് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർ എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം നൽകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ഞാനൊരു പരിശ്രമം നടത്തും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അതിന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറുക. കാരുണ്യ പ്രവർത്തികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാണ്. ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം, അതായത് ദൈവത്തിന് സന്തോഷം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സന്തോഷമാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരു വലിയ ആഗ്രഹം ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചപ്പോൾ, സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പരാതി പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സ്നേഹവും കരുണയും, കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും കരുണയും കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണം. അതിനാണ് നമ്മൾ വചനം വായിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിൽ വളരെ നോക്കുന്നത്. നമ്മുടെ വിശ്വാസമൊക്കെ വളരുന്നത് നമ്മൾ കേൾവിയിൽ നിന്നാണ്. യോമാക്കാർക്ക് ലേഖനത്തിൽ കൃത്യമായിട്ടും വചനം പറയുന്ന കാര്യമാണ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതായത് നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കപ്പെടുന്നത് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോഴാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് ഈശോയുടെ വാക്കുകൾ അവന് ശ്രവിക്കാൻ സാധിച്ചു, ഈശോയെ കേൾക്കാൻ പറ്റും. പിന്നീട് മുഴുവനും ആത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് പൗലോസ്ലിഹായ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലോകം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും, മീഡിയ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക്, കൂട്ടുകാർ പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പക്ഷേ ദൈവം പറയുന്ന കാര്യത്തിന്
പ്രാധാന്യം കൊടുത്ത് ദൈവത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ വചനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നൊരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ എനിക്ക് പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇതുപോലെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉറപ്പ് നൽകുന്ന ദൈവത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ഇതുപോലെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടാനും നമ്മുടെ പ്രിയപ്പെട്ടവരാ നമ്മുടെയൊക്കെ ജീവിതങ്ങളും സ്നേഹിക്കപ്പെടുന്ന രീതിയിൽ, നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ട വലിയ കൃപയും അഭിഷേകവും ഒക്കെ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും കർത്താവിനെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ജീവിത പങ്കാളിയും മക്കളെയും എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് ഈശോയെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരുക്കത്തോടുകൂടെ നിന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.